സങ്കീർത്തനങ്ങൾ 95 രണ്ടാമത്തെ വാക്യം. നാം സ്തോത്രത്തോടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവനെ ഘോഷിക്കുക. ജീവവചന പ്രഭാത ധ്യാന ചിന്തയുടെ കേൾവിക്കാർക്കായി ദൈവത്തിൻ്റെ മഹത്വവും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. സന്തോഷവും സ്തോത്രവും എന്നൊരു വിഷയമാണ് നാം ഇന്ന് പ്രഭാതത്തിൽ ഈ വാക്യത്തെ ആധാരമാക്കി ചിന്തിക്കുവാൻ, ധ്യാനിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കുടപ്പിറപ്പുകളെ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ സത്യദൈവത്തിന് അർപ്പിക്കുന്ന യാഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്തോത്രയാഗം. സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു എന്നാണ് സർവശക്തനായ ദൈവം പറഞ്ഞിരിക്കുന്നത്. വിശ്വാസികൾ സ്തോത്രം പറയാൻ മടിക്കരുത്. പുതിയ നിയമ വിശ്വാസി എങ്ങനെയാണ് സ്തോത്രം അർപ്പിക്കേണ്ടതെന്നും എന്തിനൊക്കെ എപ്പോഴൊക്കെ അത് കരയറ്റണമെന്നും വ്യക്തവും ശക്തവുമായി ദൈവവചനം വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരബലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക എന്ന് എബ്രായ ലേഖനം 13 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് എന്തൊക്കെ ലഭിച്ചുവോ അതെല്ലാം ഓർത്ത് ഇടവിടാതെ സ്തോത്രം പറയുന്നവരായിരിക്കണം ദൈവമക്കൾ. ആണ്ടിലൊരിക്കൽ ഓർക്കുകയല്ല, ഇടവിടാതെ ഓർക്കണമെന്ന് ദൈവവചനം പറയുന്നു. ഇടവിടാതെ സ്തോത്രം പറയുന്നത് വിശ്വാസിയുടെ സ്വഭാവമായി മാറണം. അതെങ്ങനെയായിരിക്കണമെന്ന് പൗലോസ് ഓർമ്മിപ്പിക്കുന്നു. നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്ന് കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്നു. പിതാവിന് സ്തോത്രം അർപ്പിക്കുമ്പോൾ അത് സങ്കടത്താലല്ല, നിർബന്ധത്താലുമല്ല, സന്തോഷത്തോടെ ചെയ്യണം. കാരണം ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ സന്തോഷത്തോടെ കൊടുക്കുന്നവനെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത് എന്നാണ്. നിങ്ങൾ സ്തോത്രം പറയുന്നത് എങ്ങനെയൊക്കെ എപ്പോഴൊക്കെ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിക്കാട്ടെ. പലപ്പോഴും ദൈവ ഭൃത്യന്മാർ ശുശ്രൂഷ മധ്യേ സ്തോത്രം പറയാൻ പ്രേരിപ്പിക്കുമ്പോഴല്ലേ നാം പലപ്പോഴും സ്തോത്രം പറയുന്നത്? പലരും അപ്പോൾ പോലും വായ തുറന്നൊരു സ്തോത്രം പറയുകയില്ല. ദൈവവചനം പറയുന്നത് നിർബന്ധത്താൽ അരുത് എന്നാണ്. വിടുവിച്ച വിടുതലുകൾ ഓർത്ത് സ്തോത്രം പറയണം. നടത്തിയ വിധങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യണം. സന്തോഷമുള്ളവർക്ക് സ്തോത്രം പറയാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് സത്യം. ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ പ്രിയരെ, നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ വകയുണ്ട്. സന്തോഷത്തിന്റെ പ്രതിഫലനമാണ് സ്തോത്രം പറച്ചിൽ. ഒരു ദൈവപൈതലിന്റെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ അവൻ എപ്പോഴും സന്തോഷിക്കുവാൻ കഴിയും എന്നതിന് ഉദാഹരണമാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ മാതൃകാ ജീവിതം. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതാനുഭവം അപ്രകാരമായിരുന്നു എന്ന് നമുക്ക് കാട്ടിത്തന്നിട്ടുമുണ്ട്. കഷ്ടതയുടെ, പ്രതിസന്ധികളുടെ, വേദനകളുടെയും ഒക്കെ അപമാനപ്പെടുത്തലുകളുടെ ഒക്കെ നടുവിൽ അവർക്ക് സന്തോഷവും സ്തോത്രവും ഉണ്ടായിരുന്നു. പ്രിയരെ, നാമും അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിൽ കൂടി പോകേണ്ടി വന്നാലും നമ്മുടെ സന്തോഷത്തെയും സ്തോത്രത്തെയും അപഹരിക്കുവാൻ യാതൊന്നിനും ആവരുത്. പൗലോസിനെയും ശിലാസിനെയും വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗൃഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു. അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാലാമത്തിലിട്ട് പൂട്ടി. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 16 അധ്യായത്തിൽ ഈ സംഭവ ചരിത്രം കിടപ്പുണ്ട്. ഏതു സന്ദർഭത്തിലും ദൈവാശ്രയമുള്ളവന് സന്തോഷിക്കുവാൻ സാധിക്കും എന്നതിന് തെളിവല്ലേ ഈ ആരാധന? ഫിലിപ്പിൻ കാരാഗൃഹത്തിൽ കിടന്ന് ശരീരത്തിൽ ഏറ്റ കോലിനാലുള്ള അടിയുടെ മുറിപ്പാടുകളും വേദനയും കാലുകൾ ആമത്തിൽ പൂട്ടപ്പെട്ടിട്ടും അർദ്ധരാത്രിയിൽ ദൈവത്തെ പാടിസ്തുതിക്കുവാൻ കഴിഞ്ഞ് അകത്തുള്ള പ്രത്യാശയുടെയും വിശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രതിഫലനമായിരുന്നു ആരാധന. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുൻപിൽ വെളിപ്പെടാൻ പോകുന്ന പീഡാനുഭവങ്ങളും ഒറ്റിക്കൊടുക്കലുകളും തള്ളിപ്പറച്ചിലുകളും ഒക്കെ തൻ ആത്മാവിൽ കണ്ടിട്ടും അവനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി പെസഹ ആചരിച്ചില്ലേ? കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം കരങ്ങളെടുത്ത്
സ്തോത്രം ചൊല്ലി എന്ന് നാം വായിക്കുന്നുണ്ട്. തുടർന്ന് പാനപാത്രവും കരങ്ങളിലെടുത്ത് സ്തോത്രം ചൊല്ലി. അപ്പം എടുത്തപ്പോൾ കർത്താവ് തൻ്റെ മുൻപിൽ കണ്ടത് അടുത്ത മണിക്കൂറുകളിൽ തൻ്റെ ശരീരം ഇതുപോലെ നുറുക്കപ്പെടും എന്നതും, പാനപാത്രം എടുത്ത് സ്തോത്രം ചെയ്തപ്പോൾ അടുത്ത മണിക്കൂറുകളിൽ തൻ്റെ നുറുക്കപ്പെട്ട ശരീരത്തിൽ നിന്നും തൻ്റെ രക്തം മുഴുവൻ വാർക്കപ്പെടും എന്നതുമാണ്. പ്രിയരെ, സ്വന്തം ജീവിതത്തിൽ ഇത് സംഭവിക്കും എന്നറിഞ്ഞുകൊണ്ട് അപ്പമെടുത്ത് പാനപാത്രമെടുത്ത് സ്തോത്രം ചൊല്ലുവാൻ, സന്തോഷത്തോടെ അർപ്പിക്കുവാൻ കർത്താവായ യേശുവിന് കഴിയും. ആ സന്തോഷത്തിന് കാരണം അനേകം പുത്രന്മാർ തേജസ്സിലേക്ക് നടത്തപ്പെടും എന്ന് താൻ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ട് താൻ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി. കൂടപ്പിറപ്പുകളെ, നാം സ്തോത്രം ചെയ്യുവാൻ മടിയുള്ളവരാകരുത്. ഒരിക്കലും നാം സ്തോത്രം പറയാൻ മടിക്കരുത്. സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുവാൻ നമുക്ക് നിരവധി കാരണങ്ങളുണ്ട്. കർത്താവ് നമുക്ക് ചെയ്തു തന്നതൊക്കെയും ഓർത്ത് നാളെ നമ്മെ അവനെ പോലെ ആക്കി തീർക്കുവാൻ പോകുന്നതോർത്ത്, അവൻ ഇരിക്കുന്നിടത്ത് നമ്മെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ ഇരുത്തുവാൻ അവൻ വേഗം വരും എന്ന വാഗ്ദത്തം ചെയ്തതോർത്ത് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരായി തീരുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കും. സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവവചനത്തിൻ്റെ ശബ്ദം കേട്ട് വചനത്തിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു പകൽ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ആയുസ്സിൽ നൽകി തന്നിരിക്കുന്ന ഈ നല്ല ദിവസത്തിനായി, സന്ദർഭത്തിനായി നന്ദിയോടെ സ്തോത്രം. സന്തോഷമുള്ളവരായി ജീവിക്കാൻ, സ്തോത്രം അർപ്പിക്കുന്നവരായി ജീവിക്കുവാൻ, സ്തോത്രത്തോടെ കർത്തൃസന്നിധിയിൽ വരുന്നവരായി നിൽക്കുവാൻ കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും സഹായിച്ചു കൊണ്ടിരിക്കണമേ. ഇന്ന് പകലിലും ഞങ്ങളായിരിക്കുന്ന, ഞങ്ങളെ ആക്കി വച്ചിരിക്കുന്ന ഇടത്ത് സ്തോത്രം ചെയ്ത് സന്തോഷിക്കുന്നവരാകാൻ ഞങ്ങൾക്കിടയാകണം. കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ഇന്ന് പകൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവകൃപ ഞങ്ങളെ പൊതിയണമേ. ആത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവേ, ജീവിത സാഹചര്യങ്ങളെ ഇന്ന് പകൽ അനുകൂലവും അനുഗ്രഹവുമാക്കി തരണമേ. ഓരോ ജീവിതങ്ങളെയും ഇന്ന് പകൽ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടവൻ കൃപയ്ക്കായി സ്തോത്രം. സകലത ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു യേശു ക്രിസ്തുവിന് ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്ന പച്ച ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.